ഈ ആനയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് ധരിക്കേണ്ടത് ആ ആനയുടെ പൊക്കവും വണ്ണവും വലുപ്പവും അനുസരിച്ചിട്ടുള്ള അവയവങ്ങൾ ആനയ്ക്ക് വേണമെന്നാണ്. അത് അധികം കുറവാകരുത്, അത് വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ്. പിന്നെ അതിന് പുറമെ ആനയുടെ തുമ്പിയെ പറ്റിയോടത്തോളം എന്ന് പറയാം. ആദ്യം അവിടുന്ന് ഇറങ്ങാം. തുമ്പി എന്ന് പറഞ്ഞാൽ അത് നിലത്ത് ധാരാളം കിടക്കണം. അതിനൊരു പ്രമാണം എന്താ പറഞ്ഞാ ചോദിച്ചാൽ ദ്വിഗുണീകൃത ഹസ്തേന പരിചുംബിത ഭൂതലം എന്നാണ്. തുമ്പിക്കൈ രണ്ട് ചുറ്റായിട്ട് കിടന്ന് അതിന്റെ തലിങ്ങനെ നിലത്തേക്ക് ഇങ്ങനെ തൊട്ടും കൊണ്ട് കിടക്കണം. അതിനെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് കിടക്കണം എന്നുള്ളതാണ് തുമ്പിയുടെ ലക്ഷണം. പിന്നെ കൊമ്പാണ്. കൊമ്പ് പലതരമുണ്ട് ആനയ്ക്ക്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇടുത്ത കൊമ്പുണ്ട്, താണ കൊമ്പുണ്ട്. തുമ്പി തന്നെ ഇതുപോലെ പലതരമുണ്ട്. അതായത് തുമ്പി അയഞ്ഞ തുമ്പിയുണ്ട്, വണ്ണം കുറഞ്ഞ് അയഞ്ഞ തുമ്പിയുണ്ട്, വണ്ണം കൂടി അയഞ്ഞ തുമ്പിയുണ്ട്. അതില് നാക്കിന് വളരെ പ്രധാനമാണ് ആനയുടെ. തുമ്പിയുടെ നാക്ക് എന്ന് പറയും ആ തലപ്പത്തുള്ളത്. അത് നല്ല നീളം വേണം. ആന വള്ളങ്ങളെടുത്ത് ആ നാക്കുകൊണ്ട് അടച്ചാൽ വള്ളം ചോരരുത് എന്നാ പറയാം. അതുപോലെ തന്നെ അതിന്റെ ആ തുമ്പിയുടെ അറ്റത്തിന്റെ പേര് പുഷ്കരം എന്നാ പറയാം. താമര പോലെയാണെന്നാ വെച്ചത്. അത് നല്ല വികസിച്ച നല്ല വൃത്തിയായിട്ടിരിക്കണം. അങ്ങനെ ഇരിക്കണം. അങ്ങനെയുള്ള അയഞ്ഞു കിടക്കണം തുമ്പി, രണ്ട് ചുറ്റ് കിടക്കണം. ഇതാണ് തുമ്പിയുടെ ലക്ഷണം. പിന്നെ കൊമ്പിന്റെ ആ ഒരു ഭാഗത്തായിട്ട് തുമ്പിക്ക് 3 വരി ഇങ്ങനെ കാണാം. അവിടെ ഇങ്ങനെ 3 വരി, അവിടെ 3 വരി ഇങ്ങനെ കാണാം. അത് വളരെ വ്യക്തമായിട്ടിരിക്കണം. അത് എണ്ണ കൂടുതല് കഴുത്തിൽ ഇതുപോലെ 3 വരി വ്യക്തമായിട്ടിരിക്കണം. കഴുത്തില് 3 മടക്ക. അതെ, എണ്ണ കൂടുതൽ പെരുമുഖറ എന്ന് പറയുന്ന സ്ഥലം അവിടെ. അതാണ് ആനയുടെ മുഖം. അതോടെ തൊട്ട് കാണിക്കുക. അവിടെ നിങ്ങളുടെ പെരുമുഖറാണ്. ആ പെരുമുഖറ് നല്ല വികസിച്ച പെരുമുഖറാണ്. നെറ്റി എന്ന് പറഞ്ഞത് ആ വായുകുംഭത്തിന്റെ മേൽഭാഗമാണ്. വായുകുംഭത്തിന്റെ മേൽഭാഗമാണ്. അതും നല്ല വികാസവും വലിപ്പമുള്ളതാവണം. എന്ന കൂടുതൽ കൊമ്പിന്റെ ഒന്നുകൾ എടുക്കാൻ വേറെ കൊമ്പിന്റെ വിഷയങ്ങളെ കൊണ്ടും കണ്ണിന്റെ വിഷയങ്ങളെ കൊണ്ടും ആനയുടെ ബുദ്ധി അറിയാം. ആന ഏത് തരക്കാരൻ ആനയാണത് എന്നുള്ള കൊമ്പ് കണ്ടാ അറിയാം. എന്ന കൂടുതൽ കണ്ണും കണ്ടാ അറിയാം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ആനയെ കണക്കാക്കുക. കൊമ്പ് ഇടുത്ത കൊമ്പ് പകച്ച് അങ്ങനെ വന്ന ആനകൾ നായകന്മാരാവുന്ന പറയാം. ഒന്നിങ്ങനെ താണ് എടുത്ത് പകച്ച കൊമ്പാണെന്ന് നിൽക്കുക. എന്നാൽ ആന അത്രയാവില്ല, എങ്കിലും കേമനായിട്ടുള്ള ആനയാവും. കീഴ്ക്കൊമ്പന്മാര് ആനയുടെ കൊടുത്ത് കൂടില്ല, കൊമ്പനാളുടെ കൊടുത്ത് കൂടില്ല. സാധാരണ അങ്ങനെയാ. പിന്നെ ആനയുടെ ചെവി എന്നൊരു വിഷയം എടുക്കുക. ചെവി എന്നൊരു വിഷയം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ തുമ്പിയുടെ നീളം പോലെ ആ ചെവി. തുമ്പിയുടെ നീളം ജാസ്തിയുള്ള ആനയാണെന്ന് നിൽക്കുക. എന്നാൽ ആ ആനയ്ക്കും ആനക്കാരനും ഉടമസ്ഥനും സമൃദ്ധിയാണ്. എല്ലാ വിഷയവും സമൃദ്ധിയായിരിക്കും. അതാണ് അതിന്റെ ലക്ഷണം. തുമ്പിങ്ങനെ ഇഷ്ടം പോലെ നീളമുണ്ടെങ്കിൽ. എന്ന കൂട്ടത്തിൽ ചെവി നല്ല വലിപ്പത്തിൽ നല്ല ചെവി അടിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാല്ലേ? ആ ഒരു ശബ്ദം ആനയുടെ ഇത് വളരെ കലക്കി കേൾക്കും. ഇവിടെ ഇല്ലാന്നു. ഇവിടെ നിന്നിങ്ങനെ ചെവി അടിച്ചാൽ അവിടെ നിന്നൊക്കെ കേൾക്കാക്കല്ല. ഇവിടെ സാരില്ല കൂട്ടണ ആ ശബ്ദം നല്ലോണമുള്ള ആനയാണെന്ന് വെച്ചാൽ ആ ആനയുടെ ഉടമസ്ഥനും ആനയും വളരെ കേളി, ആനക്കാരനൊക്കെ വളരെ കേളി കേട്ടാനാവും. അവനെ എല്ലാവരും അറിയും.